ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് പോലെ തികച്ചും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്വഭാവ സവിശേഷതകളുള്ള ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം മൺഡേ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ പോവുകയാണ്. സ്ഥാനാരോഹണത്തിന് ശേഷം അദ്ദേഹം നടത്താൻ പോകുന്ന ഒരു അനൗൺസ്മെന്റുകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള ഒരു ഉത്കണ്ഠ ലോകത്താകമാനമുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിലുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജാഗ്രതയാണ് ഇന്ന് നമുക്ക് നമ്മുടെ മാർക്കറ്റിലും കാണാൻ കഴിഞ്ഞത്. അപ്പോൾ നിഫ്റ്റി അതിൻ്റെ ആ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നിന്നും 100 പോയിന്റോളം താഴോട്ടേക്ക് വന്നിട്ടാണുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു നിഫ്റ്റിയുടെ പുൾ ബാക്കിന് കാരണമായത് ഈ ഒരു കാരണം കൂടാതെ തന്നെ നമുക്ക് IT സ്റ്റോക്കുകളും അതുപോലെ പ്രൈവറ്റ് ബാങ്ക് സ്റ്റോക്കുകളുമാണ്, അല്ലെങ്കിൽ ഈ രണ്ട് ഇൻഡെക്സുകളുമാണ് നിഫ്റ്റിയിൽ ഏറ്റവും അധികം ഇന്ന് താഴോട്ടേക്ക് വന്നത്. അപ്പോൾ ഈ രണ്ട് സെഗ്മെന്റ് എന്ന് പറയുന്നത് നിഫ്റ്റിയിലെ മേജർ ഹെവി വെയിറ്റ് സെഗ്മെന്റുകളാണ്. എന്നാൽ റിലയൻസിൽ ഉണ്ടായിട്ടുള്ള ചെറിയൊരു മൂവ് കാരണം മാത്രമാണ് വലിയൊരു ക്രാഷിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടത്. അപ്പോൾ IT-യിലെ ഇൻഫോസിസ് ആണ് ഇന്ന് നിഫ്റ്റിയെ വലിച്ച് താഴോട്ടേക്ക് കൊണ്ടുപോയത്. പ്രൈവറ്റ് ബാങ്ക് സ്റ്റോക്കുകളെ താഴോട്ടേക്ക് കൊണ്ടുപോയത് ആക്സിസ് ബാങ്കിന്റെ റിസൾട്ട് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആക്സിസ് ബാങ്കിന്റെ ആ ഒരു സ്ലോവർ ആയിട്ടുള്ള ലോൺ ഗ്രോത്തും അതുപോലെ ബാഡ് ലോൺ പ്രൊവിഷൻസും വർദ്ധിച്ചതും അതുപോലെ ക്വാർട്ടർലി പ്രോഫിറ്റ് എസ്റ്റിമേറ്റ് മിസ് ചെയ്തതും ഒക്കെ ആ സ്റ്റോക്കിൽ വലിയ ഹെവി സെല്ലിങ് നടക്കുകയുണ്ടായി. ഇപ്പോൾ ഇൻഫോസിസിന്റെ മാർജിൻ ഗൈഡൻസ് അത് ഇന്റർനാഷണൽ ബ്രോക്കറേജ് ഹൗസുകൾ ആ സ്റ്റോക്കിൽ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു മാർജിൻ ഗൈഡൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻഫോസിസിൻ്റെ നല്ല റിസൾട്ട് ആയിരുന്നുവെങ്കിലും സ്റ്റോക്കിൽ ചെറിയ കറക്ഷൻ ഉണ്ടായി. അപ്പോൾ അത് വിപ്രോ സ്റ്റോക്കിലും മറ്റ് IT സ്റ്റോക്കുകളെയും ബാധിക്കുകയുണ്ടായി. അപ്പോൾ നമുക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഓരോ കറക്ഷനും ഇൻവെസ്റ്റേഴ്സിന് നൽകുന്നത് നല്ല അവസരങ്ങളാണ്. ഇപ്പോൾ ഹൈ വാല്യുവേഷൻ കാരണം നമ്മൾ പല സ്റ്റോക്കുകളും ഒഴിവാക്കലുണ്ട്, പറന്നു പോകുന്ന പല സ്റ്റോക്കുകളും. അപ്പോൾ അങ്ങനെ ഹൈ ഗ്രോത്ത് സ്റ്റോക്കുകളായി നമ്മൾ മാർക്കറ്റിൽ കാണുന്നത്, എന്നാൽ അതിൻ്റെ മൊമെൻറ്റം അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് കുറച്ച് കുറഞ്ഞിട്ടുള്ള അവസ്ഥയിൽ ഇപ്പം നമുക്ക് കാണാൻ കഴിയും. താഴെ വന്ന 5 സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ധാരാളം സ്റ്റോക്കുകൾ ഈ രീതിയിൽ മീഡിയം PE-യിൽ താഴെ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു 5 സ്റ്റോക്കുകളിലേക്ക് നമുക്ക് പോകാം. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ ആദ്യത്തെ സ്റ്റോക്ക് ട്രെൻഡാണ്. റീറ്റെയിൽ സെഗ്മെന്റിൽ സുഡിയോ പോലുള്ള ബ്രാൻഡ് സ്റ്റോറുകൾ ഉൾക്കൊള്ളുന്ന ടാറ്റയുടെ പ്രസ്റ്റീജിയസ് കമ്പനിയാണ് ട്രെൻഡ് എന്ന് പറയുന്നത്. പുതിയ റീറ്റെയിൽ ഫോർമാറ്റുകളിലൂടെ ഇപ്പോൾ അപ്പാരൽസ്, അതുപോലെ ഫുട്വെയർ, ആക്സറീസ്, ടോയ്സ്, ഗെയിംസ്, ഫുഡ്, ഗ്രോസറി, നോൺ ഫുഡ് പ്രൊഡക്ട്സ്, അങ്ങനെ വിവിധ കൺസെപ്റ്റിലുള്ള റീറ്റെയിലിങ്ങിലൂടെ ഇവർ ഇത്തരം പ്രൊഡക്റ്റുകൾ വിൽപ്പന നടത്തുകയാണ്. കഴിഞ്ഞ ഒരു വർഷം 97% വമ്പിച്ച റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്ക് കൂടിയാണ് ട്രെൻഡ്. അതിൻ്റെ ഹൈ ആയിട്ടുള്ള 8346 എന്ന ലെവലിൽ നിന്നും ഇപ്പോൾ 25% കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് 6214 എന്ന പ്രൈസ് റേഞ്ചിലാണ് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുക. 3 വർഷത്തെ മീഡിയൻ PE എന്ന് പറയുന്നത് 179 എന്നുള്ള ഹൈ PE ആണ്. അവിടെ നിന്ന് ഇപ്പോൾ ഈ സ്റ്റോക്ക് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ PE 163 ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഇത്രയധികം PE വരാനുള്ള ഒന്നാമത്തെ കാരണം അതിൻ്റെ സെയിൽസ് ഗ്രോത്ത് 3 വർഷത്തെ ആവറേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ 68% ഒരു CAGR ഗ്രോത്തിലൂടെയാണ് അത് വളരുന്നത്. പ്രോഫിറ്റ് ആണെങ്കിൽ 101% CAGR ഗ്രോത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിന് ഹൈ വാല്യുവേഷൻ ലഭിക്കാനുള്ള കാരണം അതിൻ്റെ ആ ഒരു ഹൈ ഗ്രോത്ത് ടെൻഡൻസിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 5800, 6100 ആ ഒരു ലെവല് ഈ സ്റ്റോക്കിന് നല്ലൊരു സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ആ ലെവലിൽ നമ്മൾ ഈ സ്റ്റോക്ക് വാച്ച് ചെയ്യാം. ഇപ്പോഴും ഈ സ്റ്റോക്ക് അതിൻ്റെ 200-ഡേ മൂവിങ് ആവറേജ് താഴെ പോയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ 200 മൂവിങ് ആവറേജിൽ ഇതിൻ്റെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ രണ്ടാമത്തെ സ്റ്റോക്ക് ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒലക്ട്ര ഗ്രീൻ ടെക് എന്ന് പറയുന്ന പ്രധാനമായിട്ടും കോമ്പോസിറ്റ് പോളിമർ ഇൻസുലേറ്റർ നിർമ്മാതാക്കളായിരുന്നു ഇവർ. എന്നാൽ ഇലക്ട്രിക് ബസ് നിർമ്മാണ മേഖലയിലേക്കുള്ള ഇവരുടെ ആ ഒരു മാസ് എൻട്രി അത് ഈ സ്റ്റോക്കിൽ വമ്പിച്ച മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. എന്നാൽ തുടക്കത്തിലൊക്കെ ഈ സ്റ്റോക്ക് നൽകിയ റിട്ടേൺ അതിന് പിന്നീട് നിലനിർത്താനായില്ല. കഴിഞ്ഞ വർഷം -16% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയത്. 2222 എന്നുള്ള ഒരു ഹൈ പ്രൈസിൽ ഈ സ്റ്റോക്ക് പോയിരുന്നു. അവിടെ നിന്ന് 37% വമ്പിച്ച ഒരു കറക്ഷനാണ് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഉള്ളത്. കറണ്ട് പ്രൈസ് 1394 എന്ന ലെവലിലാണ്. അപ്പോൾ 3 ഇയേഴ്സിൻ്റെ ഒരു ആവറേജ് PE 134 ആണ്. അവിടെ നിന്നും സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 102 എന്നുള്ള ലെവലിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് സെയിൽസ് ഗ്രോത്ത് നമ്മൾ നോക്കുമ്പോൾ 60% ഒരു CAGR-ലാണ് അത് വളരുന്നത്. പ്രോഫിറ്റ് ആണെങ്കിൽ 112% CAGR-ലാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1000-1200 ആ ലെവലിൻ്റെ ഇടയിൽ ഈ സ്റ്റോക്ക് നല്ലൊരു സപ്പോർട്ട് ലെവലാണ്. അവിടെ നിന്ന് ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടത്തേക്ക് സ്റ്റോക്ക് വരുമോ എന്ന് നമ്മൾ വാച്ച് ചെയ്യേണ്ടതാണ്. അടുത്ത സ്റ്റോക്ക് ടാറ്റ ഗ്രൂപ്പിൻ്റെ ലീഡിംഗ് FMCG കമ്പനിയായ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ലിമിറ്റഡ് ആണ്. ഇത് ഫുഡ് ആൻഡ് ബീവറേജ് ബിസിനസ്സിൽ ഇന്ത്യയിലും ഇന്റർനാഷണൽ മാർക്കറ്റിലും നല്ല റെപ്യൂട്ടേഷനുള്ള പല ബ്രാൻഡഡ് പ്രൊഡക്റ്റുകളും ഓൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഗ്ലോബലി നോക്കുമ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് ടീ കമ്പനിയാണ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ്.
ഇതിൻ്റെ ഒരു വർഷത്തെ റിട്ടേൺ നെഗറ്റീവ് ആണെന്ന് കാണുകയും -15% റിട്ടേൺ ആണ്. 1254 എന്നുള്ള ഹൈ ഈ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഇപ്പോൾ 23% കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് 954 എന്ന ലെവലിലാണ് ഈ സ്റ്റോക്ക് ഉള്ളത്. ഇതിൻ്റെ 3 വർഷത്തെ ഒരു മീഡിയൻ PE നമ്മൾ നോക്കുമ്പോൾ 73.7 ആണ്. അവിടെ നിന്നും സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 69 എന്നുള്ള ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഈ സ്റ്റോക്കിൻ്റെ സെയിൽസ് ഗ്രോത്ത് ആവറേജ് ആണ്. 3 ഇയേഴ്സിൻ്റെ CAGR ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 9.44% മാത്രമാണ്. പ്രോഫിറ്റും അത്ര ആകർഷകമൊന്നുമല്ല. 3 ഇയേഴ്സിൻ്റെ 15.7%. പക്ഷേ എന്നിട്ടും ഈ സ്റ്റോക്കിൽ ഹൈ PE വരാനുള്ള കാരണം ഇതൊരു FMCG സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കാണ്. നമുക്കറിയാം FMCG സെഗ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡിഫെൻസീവ് സെഗ്മെൻ്റ് ആണ്. അത്തരം സെഗ്മെൻറ്റിൽ എൻ്റർ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് വളരെ പെട്ടെന്ന് ആ സ്റ്റോക്കുകളിൽ നിന്നും ഒഴിഞ്ഞു പോകാറില്ല. അതുകൊണ്ട് തന്നെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഹൈ PEയിലായിരിക്കും പല FMCG സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയുക. ഇതിൻ്റെ ഒരു ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 800 900 എന്നുള്ള അതിനിടയിലുള്ള ആ ഒരു ലെവല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ ഈ സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ഇവിടെ അടുത്തൊരു സ്റ്റോക്ക് ആസ്ട്ര മൈക്രോവേവ് പ്രോഡക്ട്സ് ലിമിറ്റഡ് ആണ്. ഇത് ഡിഫൻസ്, സ്പേസ്, മെറ്റീരിയോളജി, ടെലികമ്മ്യൂണിക്കേഷൻ രംഗങ്ങളിൽ അവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള റേഡിയോ ഫ്രീക്വൻസി അതുപോലെ മൈക്രോവേവ് സിസ്റ്റംസിൻ്റെ അതിൻ്റെ ഒരു സബ് സിസ്റ്റത്തിൻ്റെ ഡിസൈനും ഡെവലപ്മെൻറ്റും മാനുഫാക്ചറിങ്ങും ചെയ്യുന്ന ബിസിനസ്സിൽ ഉള്ള ഒരു സ്റ്റോക്കാണ്. ഈ കമ്പനിയുടെ റവന്യൂവിൻ്റെ ഏകദേശം 65% ഡിഫൻസ് സെഗ്മെൻറ്റിൽ നിന്നാണ് വരുന്നത്. അതുപോലെ സ്പേസ് മേഖലയിൽ നിന്നും 12% വരുന്നുണ്ട്. അപ്പോൾ വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി എന്നുള്ള നിലക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ് ആസ്ട്ര മൈക്രോവേവ് പ്രോഡക്ട്സ് ലിമിറ്റഡ്. കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് 36% ഒരു ഡീസൻ്റ് ആയിട്ടുള്ള റിട്ടേൺ നൽകിയിട്ടുണ്ട്. 1060 എന്നുള്ള ഹൈ വരെ ഈ സ്റ്റോക്ക് പോയിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ 27% കറക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് 773 എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ്. 3 വർഷത്തെ ഒരു മീഡിയൻ PE നമ്മൾ നോക്കുമ്പോൾ 57.4 ആണെന്ന് കാണാം. അവിടെ നിന്നും ചെറിയ തോത് താഴത്തേക്ക് വന്നിട്ട് ഇപ്പോൾ സ്റ്റോക്ക് PE 56.3 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ 3 വർഷത്തെ CAGR സെയിൽസ് ഗ്രോത്ത് 12.4%, CAGR പ്രോഫിറ്റ് ഗ്രോത്ത് 61.3%. അപ്പോൾ ഈ സ്റ്റോക്ക് ഒരു ഡിഫൻസ് സെഗ്മെൻറ്റിലെ സ്റ്റോക്ക് എന്ന നിലയിൽ ഇൻവെസ്റ്റേഴ്സ് വലിയ തോതിൽ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ ഒരു ചാർട്ട് നോക്കിയാൽ 522, 632 എന്നീ ലെവലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലുകളാണ്. ആ ലെവലുകളിൽ ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ 5ാമത്തെ ഫൈനൽ സ്റ്റോക്ക് KPIT ടെക്നോളജിയാണ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വേൾഡ് വൈഡ് ആയിട്ട് വലിയ തോതിൽ ക്ലയൻറ്റ് ബേസ് ഉള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും പ്രത്യേകിച്ച് AI ഡിജിറ്റൽ സൊല്യൂഷൻസും അതുപോലെ നെക്സ്റ്റ് ജനറേഷൻ മൊബിലിറ്റി ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് KPIT ടെക്നോളജീസ്. ഇവർക്ക് യൂറോപ്പിലും USA, ജപ്പാൻ, ചൈന, തായ്ലാൻഡ് എന്നിവിടങ്ങളിലൊക്കെ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയുള്ളത് 14.2%. 1929 എന്നുള്ള ഹൈ വരെ ഈ സ്റ്റോക്ക് പോയിരുന്നു. അവിടെ വന്നിപ്പോൾ 31% കറക്ഷനോടെ നമുക്കിപ്പോൾ കാണുന്നത് 1314 എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ്. ഒരു മീഡിയൻ PE 3 വർഷത്തേത് 67.8 ഇപ്പോൾ എന്നാൽ 49.6 എന്നുള്ള ലെവലിൽ നല്ല തോതിൽ PE താഴോട്ടേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 33.8 എന്നുള്ള നല്ലൊരു പെർസെൻറ്റേജാണ് CAGR ഗ്രോത്ത്. അതുപോലെ പ്രോഫിറ്റ് CAGR ഗ്രോത്ത് 61.3 എന്നുള്ള ഹൈ CAGR ഗ്രോത്താണ്. അപ്പോൾ 1000, 1200 എന്നുള്ള ലെവലുകൾ ഈ സ്റ്റോക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബൈയിങ് റേഞ്ച് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ലെവലുകളിൽ ഈ സ്റ്റോക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ പരാമർശിച്ചിട്ടുള്ള ഈ സ്റ്റോക്കുകൾ ഒരു ബൈയിങ് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.